ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത്, അതായത് ഏത് സ്കൂളാണിത്? കണ്ടില്ലേ, അവിടെ കണ്ടില്ലേ? ഐ ലവ്, എന്താണ് ഐ ലവ്? വെരി ഗുഡ്. നമ്മുടെ GUP സ്കൂൾ മുണ്ടോത്തറമ്പ് പറഞ്ഞ സ്കൂളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആ സ്കൂളിലാണെങ്കിൽ പോലും എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്? നിങ്ങൾ സെൽഫ് ഡിഫൻസിലെ കരാട്ടെ പഠിക്കാൻ, അതും എങ്ങനെ? പറപ്പൂർ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ ബേസ്ഡ് ഫ്രീ ആയിട്ടുള്ള സെൽഫ് ഡിഫൻസ്, അതായത് കരാട്ടയിലൊക്കെ കാതലായിട്ടുള്ള വശങ്ങൾ, അതായത് ഇപ്പോൾ ആരെങ്കിലും കയ്യിലൊക്കെ പിടിക്കുകയാണെങ്കിൽ അതിന് ഡിഫെൻഡ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് സംഗതികൾ, അങ്ങനെ കാതലായിട്ടുള്ള വശങ്ങൾ നമ്മളെ ഈ പരിസര പ്രദേശത്തുള്ള സ്കൂളിലെ കുട്ടികൾക്ക് പഠിപ്പിക്കാനായിട്ട്, അതും പഞ്ചായത്ത് പ്രസിഡന്റും അല്ലെങ്കിൽ മറ്റുള്ള മെമ്പേഴ്സൊക്കെ ഇറങ്ങിയിട്ട് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സംഗതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതായത് 2024-25 വാർഷിക പദ്ധതിയോടനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റിലാണ്, ഒരു പഞ്ചായത്ത് പ്രൊജക്റ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ പല സ്കൂളിലായിട്ട്, ഇത് GUP സ്കൂൾ ചോലകുണ്ടിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അങ്ങനെ പല സ്കൂളിലായിട്ട് ഇന്നിപ്പോൾ 8-9 സ്കൂളിലാണ് നിൽക്കുന്നത്. ഓക്കെ, എന്തായാലും ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇന്നലെ ഞങ്ങൾ തുടങ്ങിയതാണ് ഇവിടെ ക്ലാസ്. ഇന്നലെ രാവിലെ 10 മണിക്ക് തുടങ്ങി, ഉച്ചയ്ക്ക് 1:30 വരെ ഞങ്ങൾ ക്ലാസ് എടുത്തു. ഇന്ന് വീണ്ടും വന്നു. ഇന്ന് വൈൻഡപ്പ് സെക്ഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും. ഓക്കെ, അതുപോലെ തന്നെ ഇനി വരാനുള്ള ഈ വോയിസിന് ശേഷമുള്ള വീഡിയോസ് കാണാൻ, നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കെട്ടിടത്തിൽ 2-3 ക്ലാസ് തുടങ്ങിയിട്ടുള്ള സ്കൂൾ ഇന്ന് കണ്ടില്ല, ഒരുപാട് വിശാലമായിട്ടുള്ള വലിയ ഗ്രൗണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഗാർഡന്, ഇങ്ങനെയുള്ള ഒരുപാട് വികസനങ്ങളാണ് ഈ സ്കൂളിൽ. ഇതിൻ്റെ ബാക്കിൽ എന്ന് പറയുന്നത് ഇവിടുത്തെ PTA അതുപോലെ തന്നെ MTA പോലുള്ള ഭയങ്കര ഒരു സ്ട്രോങ് മെമ്പേഴ്സാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ HM എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു പെരുമാറ്റം, മറ്റുള്ള എല്ലാ ടീച്ചേഴ്സും ഒരുപാട് പറയാനുണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ, അല്ലേ കുട്ടികളെ, അല്ലേ നിങ്ങളെ അഭിപ്രായം എന്താ? HMൻ്റെ അവസ്ഥ എന്താ? നല്ല സാറല്ലേ? ആ ചിരി കണ്ടാൽ മതി അല്ലേ? അല്ലേ, നല്ല അല്ലേ, നമ്മളെ ഒരു അമ്മയെ പോലെ അല്ലെങ്കിൽ അത്രയും സുഹൃത്ത് പോലെയാണ് നമ്മളെ HM ഒക്കെ നിൽക്കുന്നത് അല്ലേ? PTA ഒക്കെ അങ്ങനെ തന്നെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, എന്തായാലും എങ്ങനെയുണ്ട് ഇന്നലെ ഇന്നുമായിട്ടുള്ള കരാട്ടെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണ് അല്ലേ? പഞ്ച് ചെയ്യാൻ അറിയോ? ആരെങ്കിലും നിങ്ങളെ എതിരാളികൾ ആരെങ്കിലും നിങ്ങൾ വേണ്ടാത്ത രീതിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും അറിയില്ലേ? ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ. ഉദാഹരണത്തിന് നിങ്ങൾ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവാണ്, റോഡുണ്ട്, ഭയങ്കര റഷായിട്ടുള്ളതാണ്. നിങ്ങൾ ഇവിടുന്നാണ്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടുന്ന് വരുന്ന ഒരു വണ്ടി നിങ്ങൾ കാണുന്നില്ല അല്ലേ? അപ്പോൾ ഒരു പുറത്തുള്ള ഒരാൾ നിങ്ങളെ കൈ പിടിച്ചിട്ട് നിങ്ങളെ വണ്ടീൻ്റെ മുന്നിൽ പെടുമെന്ന് വിചാരിച്ച് നിങ്ങൾ പുറകോട്ട് വലിക്കുമ്പോൾ അത് ഗുഡ് ടച്ചാണോ ബാഡ് ടച്ചാണോ? എന്താ കാരണം? നിങ്ങളെ ജീവനെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഫുൾ ബാക്കാണ് നമ്മളെ ഇങ്ങോട്ട് പുള്ള് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? ശരിയല്ലേ? അപ്പോൾ അത് ഗുഡ് ടച്ചാണ്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? എവിടേക്കെങ്കിലും മെല്ലെ ഒരാൾ വന്നിട്ട് ഇരിക്കുകയാണ്, മെല്ലെ ഇങ്ങനെ പതുങ്ങി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് ടച്ച് ചെയ്യുന്ന ടച്ച് എന്താണ്? നിങ്ങൾക്ക് ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ എന്താ പറഞ്ഞില്ലേ? ഒരുപാട് സംഗതികൾ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ നിങ്ങളെ കൈ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ മനസ്സിലായില്ലേ? ചെറിയ ആളുകളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും അല്ലേ, അറ്റ്ലീസ്റ്റ് നമ്മളെ മുടിയൊക്കെ ബാക്കിൽ നിന്ന് പുറകോട്ടൊന്ന് വലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, തിരിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആള് നിലത്തിടും അല്ലേ? വെരി ഗുഡ് അല്ലേ? അപ്പൊ ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ലാസ് കിട്ടാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ സ്കൂളും ഇവിടുത്തെ PTA MTA ഒക്കെ പഞ്ചായത്തേത് ഈ പരിസര പ്രദേശത്തുള്ള ആളുകൾ ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ ഫ്രീ ക്ലാസ്സിൽ തരട്ടെ അല്ലേ? വേണോ? കാരണം എന്താ, ഇന്നിപ്പോ ആരാ പറഞ്ഞത് 2 മണി ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആളാരാണ്? ഓക്കെ, എന്താ പേര്? സുബ്ര. ആ വെരി ഗുഡ്. ഇവിടെ എന്താണ്? യെസ്, വെരി ഗുഡ്. എത്ര ക്ലാസ്സിൽ പഠിക്കണേ? 5ാം ക്ലാസ്. ഓക്കെ, വെരി ഗുഡ്. കണ്ടില്ല, ഈ കുട്ടി പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പറഞ്ഞു ഇവിടെ 1 മണി 1:30 ആവുള്ളതാണ് ഇതിന്റെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു പോണ്ട മാഷേ, ഞങ്ങൾക്ക് 2 മണി ആയാലും കുഴപ്പമില്ലാന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇത്രയും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഞങ്ങളോട് പോണ്ട, ഇനിയും ക്ലാസ് വേണമെന്ന് പറയുമ്പോൾ ഇതൊരു ഉപകാരപ്പെട്ട ക്ലാസ്സാണ്. അപ്പോൾ വീഡിയോസ് കണ്ടിന്യൂ കൊണ്ടിരിക്കുന്ന ആളുകളും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതിന് അവസരം തന്ന ആളുകളൊക്കെ വീണ്ടും മനസ്സിലാക്കി ഇത്തരത്തിലുള്ള സെൽഫ് ഡിഫൻസ് കുട്ടികൾക്ക് പല സംഗതികൾക്കും പൈസ ചിലവാക്കിയിട്ട് പോകുന്ന അവസ്ഥയിൽ ഫ്രീ ആയിട്ട് പഞ്ചായത്ത് കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ് വീണ്ടും ചേരാനുള്ള ഒരു സന്മനസ് ഗവൺമെന്റിനും മറ്റുള്ള ആളുകൾക്കും ഉണ്ടാവട്ടെ എന്നുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ അവസരം തന്നെ നമുക്ക് നന്ദി പറഞ്ഞൂടെ? സ്കൂളിന്റെ അല്ലേ, സ്കൂളിനോടും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിനോടും നന്ദി പറഞ്ഞൂടെ? താങ്ക്സ് കൊടുത്തൂടെ? പറയൂ, താങ്ക്സ് പറയൂ. പഞ്ചായത്തിനോടും അതുപോലെ തന്നെ സ്കൂളിൽ ചാൻസ് തന്ന എല്ലാവർക്കും ഞങ്ങൾ വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഓക്കെ, നമ്മൾ ഈ കുട്ടികളെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ഇന്നും കൂടെയായിട്ട് നല്ല മാറ്റങ്ങൾ വന്നില്ല, ഒരു എനർജി കിട്ടിയില്ലേ അല്ലേ? സന്തോഷം അല്ലേ? ഓക്കെ, എന്തായാലും ഇതിനകത്ത് പാട്ട് പാടാൻ പറ്റുന്നവരാരുണ്ടോ? ഓക്കെ, നമ്മൾ സെൽഫ് ഡിഫൻസിന് വന്നിട്ട് പാട്ട് പഠിക്കാന്നുള്ളത് ചിന്തിക്കേണ്ട. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ
കുട്ടികൾ ഇന്നലെ ഇന്നുമായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നുള്ളത്. വരുന്ന സമയത്ത് മിണ്ടാണ്ട് നിന്നിരുന്ന കുട്ടികൾ 1-2 പേര് മാത്രമേ ആക്റ്റീവായിരുന്നു. ഇതിന് ശേഷം ക്ലാസ്സിന് ശേഷം ഭയങ്കര എനർജറ്റിക് ആയി എന്നുള്ളതിലാണ് നമ്മളൊരു ചെറിയൊരു തെളിവ് അല്ലേ. ഓക്കെ, ആർക്കാ പാട്ട് പാടാൻ പറ്റുക? ആ ഓക്കെ, വെരി ഗുഡ്. എന്താണ് പേര്? അതൊന്ന് ഇങ്ങോട്ട് വരുമോ? ഓക്കെ, ഏറ്റു പാടണം കേട്ടാ. ഓക്കെ, റെഡി. ഒന്ന് പിടിച്ചോ മൈക്കോ. ഓക്കെ, എന്തായാലും എല്ലാവരും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കൈയടിച്ച് നമുക്ക് പ്രോത്സാഹിപ്പിക്കാം അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെറിയ കുട്ടികളാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, പുറകോട്ട് വലിയത് മുന്നോട്ട് വരിക. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അനാവശ്യപരമായിട്ടൊക്കെ പറയുമ്പോൾ നമ്മളെ രക്ഷിതാക്കൾ നമ്മുടെ സുഹൃത്തുക്കളാക്കിയിട്ട് നമ്മൾ അവരോട് പെട്ടെന്ന് പറയാൻ മടിക്കരുത്. നല്ല രീതിയിൽ അല്ലേ, പെട്ടെന്ന് വളരെ തന്നെ അത് നുള്ളിക്കടണം അല്ലേ. ഓക്കെ, എന്തായാലും പോട്ടെ, ഒരുപാട് പറയാനുണ്ട്, നമുക്ക് സമയമില്ല. ഓക്കെ, പാട്ട് പാടുക. എന്താണ്, ഏത് പാട്ട് പാടുന്നേ? ആ യെസ്, വെരി ഗുഡ്. ഓക്കെ, തുടങ്ങിക്കോളൂ. ആ പാടിക്കോളൂ. സ്കൂളിന് എന്താ പറയുക ഒരു ഭയങ്കര സംഗതിയാണ് ഈ കുട്ടികളുടെ. ആ കുട്ടിയൊക്കെ പാടിയ പാട്ടൊക്കെ ഏതെങ്കിലും മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? സബ് ജില്ല എന്തായി? സ്കൂളിൽ നിന്ന് ഫസ്റ്റ് കിട്ടി. സബ് ജില്ലയിൽ എന്തായി? ആ എ ഗ്രേഡ് കിട്ടിയേ. ഒരു കൈയ്യടി കൊടുക്കേ. ഒരുപാട് കുട്ടികൾ ഇതിനകത്ത് പാട്ട് പാടാനും ഡാൻസും ഒപ്പനക്കൊക്കെ കഴിവുള്ള കുട്ടികളുണ്ട്. നമുക്കിവിടെ സമയമില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും ഈ സ്കൂളിന് ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയാം കുട്ടി അല്ലേ. ആ കുട്ടീൻ്റെ ആ വോയിസ് കേൾക്കുമ്പോൾ നമുക്കറിയാം ആ ആക്റ്റീവ്. ഓക്കെ, എന്തായാലും നമുക്ക് നിർത്തല്ലേ? നിർത്താൻ താല്പര്യമില്ല അല്ലേ? പോകാൻ തോന്നുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഞാൻ നിർത്തല്ല, നമുക്ക് വേറെ വഴിയില്ലല്ലോ അല്ലേ. രക്ഷിതാക്കളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ, ഒരുപാട് രക്ഷിതാക്കളൊക്കെ അവിടെ നിൽക്കുന്നത്. എന്താ പേര്? ഓക്കെ, അപ്പോൾ കണ്ടില്ല, ഇതുപോലുള്ള പാരൻസും കൂടി കണ്ടില്ല, എവിടെയൊക്കെ പാരൻസ് നിൽക്കുന്നുണ്ട്, വണ്ടിയിലൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇങ്ങനെ ചില പാരൻസൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറകോട്ട് നിൽക്കുന്ന ഇവിടെ നിന്ന് ഓക്കെ പുറകോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. പക്ഷെ എന്താണ് ഇത് കണ്ടില്ല, അപ്പോൾ ആ കുട്ടിയുടെ ഒരു പാരൻ്റാണ്, ഫാദറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ കുട്ടികളെ കൂടെ നമ്മളെ രക്ഷിതാക്കളെ തന്നെ നിൽക്കുമ്പോഴല്ലേ ഇവർക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ആ സപ്പോർട്ടാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം. കാരണം നമ്മൾ ഒരു സുഹൃത്തുക്കൾ നമ്മൾ പാരൻസ് തന്നെ ആയി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഇപ്പൊക്കെ എങ്ങനെ പെരുമാറ്റം? നല്ല പെരുമാറ്റമാണ്, നല്ല സപ്പോർട്ടാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ പാരൻസിനെ നിങ്ങളെ ഉമ്മമാരാണെങ്കിലും ഉപ്പമാരാണെങ്കിലും ഒക്കെ ഇതേപോലെ സുഹൃത്തുക്കളാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു മനസ്സുണ്ടാവും അല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഒന്നും കൂടി നമുക്ക് പഞ്ചായത്തിന് സ്കൂളിൽ നന്ദി പറഞ്ഞിട്ട് അല്ലേ, ഒരു താങ്ക് യു പറഞ്ഞിട്ട് നമുക്ക് നിർത്തല്ലേ. ഓക്കെ, പറയൂ. താങ്ക് യു. ഓക്കെ, എന്തായാലും അല്ലേ ഒരുപാട് സമയം അല്ലേ, നിങ്ങൾ ഒക്കെ എല്ലാ കുട്ടികളും വിഷന്നിട്ട് ഇരിക്കുകയാണ്, കാരണം സമയമായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഞങ്ങൾ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ കുട്ടികളുടെ അടുത്ത് ഞങ്ങൾക്ക് പോകാൻ വയ്യ. എന്നിരുന്നാലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോസ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക്സ്.